ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ജനവിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരാണെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ വെച്ചായിരുന്നു ഈ സംസാരം. ബിജെപിക്കെതിരെ ഒറ്റക്കെട്ടായി മത്സരിച്ചതിന് ഇന്ത്യ ബ്ലോക്കിന്റെ എല്ലാ പങ്കാളികൾക്കും ഖാർഗെ നന്ദിയും അറിയിച്ചിരുന്നു. ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്ത് തുടരുമെന്ന സൂചനയാണ് യോഗത്തിന് ശേഷം പുറത്തുവരുന്നത്. ജനവിധി മോദിക്കെതിരെയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സത്തയ്ക്കും ശൈലിക്കും എതിരാണ്. വ്യക്തമായ ധാർമ്മിക പരാജയം എന്നതിലുപരി വ്യക്തിപരമായി ഇത് അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ നഷ്ടമാണ്. ബിജെപിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായി പോരാടുന്നത് ഇന്ത്യ സഖ്യം ഇനിയും തുടരുമെന്നാണ് ഖാർഗെ പറഞ്ഞത്. ബിജെപിയുടെ വിദ്വേഷത്തിന്റെയും അഴിമതിയുടെയും ഇല്ലായ്മയുടെയും രാഷ്ട്രീയത്തിന് ജനങ്ങൾ തക്ക മറുപടി നൽകി. ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനും വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും ചങ്ങാത്ത മുതലാളിത്തത്തിനും എതിരെ ഇന്ത്യ സംഘം മോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ പോരാടുന്നത് തുടരും. ബിജെപി സർക്കാർ ഭരിക്കരുതെന്ന ജനങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാനാണിത്. ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും യോഗത്തിന് ശേഷം ഖാർഗെ ഉറപ്പു നൽകി. ജനവിധി മാനിക്കുന്നതിന് ഉചിതമായ സമയത്ത് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് എടുത്തു പറയുന്നുണ്ട്. ഇതോടെ തൽക്കാലം പ്രതിപക്ഷത്തിരിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനമെന്നും വ്യക്തമായി കഴിഞ്ഞു. അതേസമയം ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൂല്യങ്ങളോട് അടിസ്ഥാനപരമായ പ്രതിബദ്ധത പങ്കിടുന്ന എല്ലാ പാർട്ടികളെയും പ്രതിപക്ഷ സഖ്യം സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുൾപ്പെടെയുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതേസമയം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന NDA കക്ഷികളുടെ യോഗവും കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാൻ യോഗത്തിൽ തീരുമാനമായി. NDAയിലെ എല്ലാ കക്ഷികളും പിന്തുണാ കത്ത് നൽകും എന്നാണ് BJP വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുമെന്നാണ് വിവരം. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിൽ എത്താനായിട്ടില്ലെങ്കിലും NDAക്ക് ആകെ 292 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. 543 അംഗ പാർലമെന്റിൽ 272 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് NDAയിലേക്ക് തിരികെ എത്തിയ ബീഹാറിലെ JDU, ആന്ധ്രാപ്രദേശിലെ TDP എന്നിവരുടെ കരുത്തിലാണ് BJP വീണ്ടും അധികാരത്തിലേറുന്നത്. അതിനാൽ തന്നെ സർക്കാർ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുന്ന JDU, TDP, പവൻ കല്യാണിന്റെ ജനസേന എന്നിവയിലായിരുന്നു എല്ലാ കണ്ണുകളും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, JDU നേതാക്കളായ ലല്ലൻ സിംഗ്, സഞ്ജയ് ഝാ എന്നിവർ NDA യോഗത്തിൽ പങ്കെടുത്തിരുന്നു.